ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ജർമ്മനിയിലെ ബെർലിനിലുള്ള ഈ റീച്ച് ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിൽഡിങ് കാണാൻ പോയൊരു വീഡിയോ വിശേഷങ്ങളാണ്. അപ്പോൾ സൈക്കിളുമിലാണ് ഇറങ്ങിയത്. ഇത് ജർമ്മൻ ഗേറ്റാണ് കാണുന്നത്. ജർമ്മൻ വാൾ ഉണ്ടായിരുന്ന പണ്ടത്തെ ഇതും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈക്കിളുമിലാണ് ഇറങ്ങിയത്. ആ സൈക്കിൾ ട്രാക്കിൽ കൂടെ നമുക്ക് യാതൊരു തടസ്സമില്ലാണ്ട് സുഖമായിട്ട് പോവാം. കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ 2 യുദ്ധ ടാങ്കറുകൾ കണ്ടു. അപ്പോൾ ഇതൊരു യുദ്ധത്തിൻ്റെ സ്മാരകമായിട്ട് പണിത് വെച്ചിട്ടുള്ളൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ 2 ടാങ്കർ ഉണ്ട് ഫ്രണ്ടിലായിട്ട്, പിന്നെ 2 പീരങ്കിയും ഒക്കെ ഇതേപോലെ കാണാൻ പറ്റും അവിടെ. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസ് എടുത്തു. നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ അവിടെ ആയിട്ട് അതിൻ്റെ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാലൊരു സ്മാരകം കാണാം അവിടെ ഈ കാണുന്നത്. അതിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ടാങ്കർ ഉണ്ട്. ഇതാണ് ആ സ്മാരകം. അവിടെ കുറേ പൂവൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മരിച്ച പട്ടാളക്കാരുടെ ബന്ധുക്കളൊക്കെ കൊടുന്ന് വയ്ക്കണതായിരിക്കും. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നടന്ന ഒരു യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഒരു സ്മാരകമാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ആൾക്കാർ അവരെ ബന്ധുക്കളായിരിക്കും അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതവിടെ 2 പീരങ്കി കാണാം 2 സൈഡിലായിട്ട്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും അവിടുന്ന് യാത്രയായി. ഇവിടെ റൈറ്റ് സൈഡിലൊരു വലിയൊരു പാർക്കാണ്, കുറേ മരങ്ങളൊക്കെ ഉള്ള. പിന്നെ ഇവിടെ ആ വെള്ള കളറിൽ നടക്കാനുള്ള പാതയും ഈ ചെറിയ ട്രക്ക് സൈക്കിളിനുള്ളതാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കാർ പാർക്കിങ്ങും ഉണ്ട്, റോഡും ഉണ്ട്. ഇവിടുത്തെ റോഡുകളൊക്കെ നിർമ്മിച്ചുള്ളത് അടിപൊളിയായിട്ടാണ്. സൈക്കിളുകാർക്കും നടക്കാനുള്ളവർക്കും റോഡൊക്കെ അടിപൊളിയാണ്. അങ്ങനെ സൈക്കിൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലങ്ങളെ ഇങ്ങനെ സൈക്കിളുമേ ഇങ്ങനെ ചവിട്ടിപ്പോയാൽ നമുക്കിവിടെ തണുപ്പായ കാരണം വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടില്ല. നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ. തീരെ തണുപ്പ് അത്ര കൂടുതലല്ല, നല്ല അത്യാവശ്യം ഒരു ഇളം തണുപ്പ്. ആ സമയത്ത് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. ഇതവിടുന്ന് നമ്മൾ സൈക്കിൾ ചവിട്ടി വരുമ്പോഴുള്ളൊരു റൗണ്ട് ബോട്ട് ഉണ്ട്. അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു സ്തൂപാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആ പാർക്കിൽ തന്നെ ഒരുപാട് ഇതുപോലത്തെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരുപാട് സ്റ്റാച്ചുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ഒരേ ചരിത്രം പറയുന്ന സ്റ്റാച്ചുകളാണ്. ഇവിടെ തൊട്ട് റൈറ്റ് സൈഡിലാണ് അതുള്ളത്. ഇവിടെ നമുക്ക് സൈക്കിളിൻ്റെ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സിഗ്നലുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അത് റെഡായി, അപ്പോൾ നമ്മളവിടെ നിർത്തണം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ്. വേണ്ട ടൂറിസ്റ്റുകളുടെ ബസ്സുകൾ കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് കാണാം. ഡബിൾ ഡെക്കർ ബസ്സുകൾ. ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ട് പോകുന്ന ബസ്സുകളാണ്. അവർ ജർമ്മനി കുറേ ഏരിയകൾ കവർ ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോയി കാണിക്കും. ഇതും പണ്ടത്തെ യുദ്ധകാലങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇതൊക്കെ. അതൊക്കെ അവർ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളും, ഇതിനൊക്കെ ഓരോ ചരിത്രങ്ങളും ഉണ്ട്. നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. ജർമ്മനിയിൽ പണ്ട് നടന്ന യുദ്ധങ്ങളുടെ ഒരുപാട് നമ്മൾ ഓർമ്മകൾ അവർ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവരത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകണമുണ്ട് അവിടെ. ഇവിടെ നല്ല വീതിയുള്ള സൈക്കിൾ ട്രാക്കാണ്. നമുക്ക് സുഖമായിട്ട് ഇതിനെ പോവാം. കാലാവസ്ഥ നല്ലതായ കാരണം ഇപ്പം നമ്മൾക്ക് പുറത്തിറങ്ങി ഓരോ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ഞാൻ കാണാൻ പോയ ബിൽഡിങ് റീച്ച്. അപ്പോൾ ഇത് കാണുന്ന വെച്ചെങ്കിൽ നമ്മൾ ഇതിൻ്റെ
ആദ്യം ബുക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. അപ്പം ഞാൻ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായില്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പുറത്ത് നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകുന്നു. അതിൻ്റെ ഉള്ളിലൊരു ഗ്ലാസിൻ്റെ ഒരു ഡൂമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ഏറ്റവും മുകളിലേക്ക് വരെ കയറാൻ പറ്റും. നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.